കാണിക്കാൻ വന്ന രണ്ടാളും കാണിച്ചാൽ വന്നല്ല, മോളെ സ്കാനിങ് റിപ്പോർട്ടാ. അതെ, ഓളെ പ്രസവത്തിന് ഇനിയും ഉണ്ട് ഒരു 15 ദിവസം. ഓളെ നിങ്ങൾ ഇപ്പോഴെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു ചെയ്തേ. എന്റെ മരുവനാർന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഇത്ര നേരത്തെ അഡ്മിറ്റ് ആക്കൊന്നും വേണ്ട, ഡോക്ടർമാർ നേരത്തെ അഡ്മിറ്റ് ആക്കി പിന്നെ ഓപ്പറേഷൻ ചെയ്യും ഡേറ്റിന് മുമ്പ് എന്നൊക്കെ. ChatGPTന്റെ പ്രേരണയിൽ വന്നതാന്ന് തോന്നുന്നു അല്ലേ? ഓനെനിക്കറിയില്ല, എന്നോട് പറഞ്ഞു എന്റെ മരുവനാ അസർപ്പ്. ഞാൻ നോക്കട്ടെ കേട്ടോ. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റെ ഒപ്പം ബീഡി വലി. ഉമ്മാക്ക് കാലുമനീരാണ്, ഉപ്പാക്ക് കോഴിക്കോട് പേപ്പറടി. നിങ്ങൾ പാടിയതിന്റെ ബാക്കി നിങ്ങൾ പാടിയെന്നാ ഡോക്ടറെ, നിങ്ങൾക്ക് അറിയില്ല വിചാരിച്ചിട്ട്. നിങ്ങൾ പറഞ്ഞേരി. ഇതിലെഴുതിയിട്ടുണ്ട് വെള്ളം കുറവാണ്, അതായത് വെള്ളം ആകെ 5 സെൻറ്റിമീറ്ററേ ഉള്ളൂ എന്ന് വെച്ചാൽ ഏറ്റവും കുറവാണ്. കുട്ടി ഗർഭപാത്രത്തിൽ നിൽക്കണമെങ്കിൽ എന്ത് വേണം? കുട്ടിക്ക് അത്യാവശ്യം വെള്ളം വേണം. അപ്പോൾ ആ ലെവൽ വിട്ട് കുറഞ്ഞു പോയി വെള്ളം. പിന്നെ ഡേറ്റിന് 15 ദിവസം ഉണ്ട്. കലണ്ടറിലെ ഡേറ്റ് മാത്രം നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ കലണ്ടറിലെ ഡേറ്റിൽ വന്നിട്ട് അഡ്മിറ്റ് ആക്കാൻ പ്രസവിച്ച് പോയിക്കൂടെ? ഡോക്ടർമാരെ കാണിക്കണ്ടല്ലോ. ഡോക്ടർമാരെ കാണിക്കുന്നത് എന്തിനാണ്? ആരോഗ്യമുള്ള കുട്ടിക്കും ആരോഗ്യമുള്ള അമ്മക്കും വേണ്ടി അല്ലേ? അപ്പോൾ ഇവിടെ കാണുന്നത് കുട്ടിക്ക് വെള്ളം കുറഞ്ഞു, അതിനാൽ കുട്ടിക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് പൊക്കിൾക്കൊടി അമരാൻ സാധ്യത ഉണ്ട്. വേദനയൊക്കെ വന്നാൽ പൊക്കിൾക്കൊടി അമരാൻ സാധ്യത ഉണ്ട്. അമർന്നാൽ എന്താവും? കുട്ടീൻ്റെ ഓക്സിജൻ സപ്ലൈ അവിടെ നിൽക്കും, കുട്ടിക്ക് മിടിപ്പ് കുറയും, ചിലപ്പോൾ മിടിപ്പ് നിന്നുപോയെന്ന് വരിക്കും. വലിയ അപകടം. ഓക്കെ. രണ്ടാമത്തത്, ഇങ്ങനെ ഇടങ്ങേറുള്ള കുട്ടി അതിൻ്റെ അകത്ത് തീരെ സുഖത്തിലായിരിക്കില്ല. വെള്ളം ഉണ്ടെങ്കിലേ കുട്ടിക്ക് സുഖം ഉണ്ടാവുള്ളൂ, വെള്ളം ഉണ്ടെങ്കിലേ കുട്ടിക്ക് ഓക്സിജനും ന്യൂട്രിയൻസും ആരോഗ്യവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ട് കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവും. അപ്പോൾ കുട്ടി വേഗം മഷി ഇളക്കും. മഷിയാണെങ്കിലോ ഭയങ്കര കട്ടി മഷിയായിരിക്കും, കാരണം വെള്ളം കുറവല്ലേ. അതിൽ കുട്ടിക്ക് എന്താവും? ശ്വാസം മുട്ടും, കുട്ടി ഇത് ശ്വാസകോശത്തിലോട്ട് വലിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ എഗെയിൻ കുട്ടീൻ്റെ മിടിപ്പ് കുറയും. പിന്നെ അതും മാത്രമല്ല, ഈ അവസാനം അതായത് 38ാമത്തെ ആഴ്ചയിൽ ഇത്ര വെള്ളം കുറയണമെങ്കിൽ കുട്ടിക്ക് ഓൾറെഡി സപ്ലൈ കുറവാണ് എന്നർത്ഥം. ഇനിയിപ്പോൾ കുട്ടിക്ക് വേറെ മാർഗ്ഗമില്ല, പുറത്ത് വരിക തന്നെ. ഓക്കെ. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ട് എന്തെന്നാലും സുഖപ്രസവം മാക്സിമം നോക്കും. സുഖപ്രസവത്തിൻ്റെ ഇടയിൽ കുട്ടിക്ക് മിടിപ്പ് കുറയുകയോ അല്ലെങ്കിൽ മഷി ഇളക്കി പോവുകയോ ചെയ്താൽ ചിലപ്പോൾ ഓപ്പറേഷനും വേണ്ടി വരും. 100ൽ 100 സുഖപ്രസവം ആവും എന്നൊന്നും ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് അഡ്മിറ്റ് ആക്കിയത്. നാളെ വരല്ലേ?